മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബബിത അങ്ങോട്ട് വന്ന് നമ്മുടെ രോഹിത്തിനോടും കൃഷ്ണമോളത്തും പറയാണ്, നിങ്ങൾ രണ്ടുപേരും തിരക്കാണോ എന്ന് ചോദിക്കുകയാണ്. ഏയ് എന്താ ചേച്ചി കാര്യം എന്ന് കൃഷ്ണമോള് പറയുകയാണ്. അപ്പം അലീന ചേച്ചി കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് വരുന്നതാണുണ്ട്. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, അച്ഛൻ വഴക്ക് പറഞ്ഞാണ് ഇവിടുന്ന് പോകുന്നത് ചേച്ചി പറഞ്ഞു കാണും അച്ഛൻ്റെ അടുത്ത്. അപ്പം അച്ഛനത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കാണുന്നില്ല. അങ്ങനെ അച്ഛൻ വഴക്ക് പറഞ്ഞ് കാണുമെന്ന് കൃഷ്ണമോള് പറയാണ്. അപ്പോൾ രോഹിത്ത് പറയാണ്, ചേച്ചി പോകണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനത്തെ തീരുമാനമൊന്നും അല്ലല്ലോ, ഒരു ആലോചന മാത്രമല്ലേ ഉള്ളൂ എന്ന് രോഹിത്ത് പറയാണ്. അപ്പം കൃഷ്ണ പറയാണ്, അങ്ങനാണെന്ന് തോന്നുന്നില്ല രോഹിയേട്ടാ, ഈ പ്രാവശ്യം ചേച്ചി പോകുമെന്ന് തറപ്പിച്ച് തന്നെ പറഞ്ഞത്. അപ്പം ബബിത പറയാണ്, അതെങ്ങനെ ശരിയാവും? അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വിടത്തില്ലല്ലോ. പിന്നെ അച്ഛൻ പറഞ്ഞത് ചേച്ചി കേട്ടല്ലേ പറ്റത്തുള്ളൂ, അച്ഛൻ്റെ മോളല്ലേ ചേച്ചി, അപ്പം അച്ഛൻ പറയുന്നത് കേട്ടല്ലേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. നമ്മളോട് അങ്ങനെയാണല്ലോ പറയുന്നത്, മൂത്തവർ പറഞ്ഞാൽ കേൾക്കണമെന്നൊക്കെ, അപ്പോൾ ചേച്ചിക്കും അത് ബാധകമല്ലേ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോള് പറയാണ്, ചേച്ചിയുടെ തീരുമാനം മാറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ്. അത് ശരിയാവത്തില്ല എന്ന് ബബിത അന്നേരവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രോഹിത് പറയാണ്, അച്ഛൻ പറഞ്ഞത് കൊണ്ടല്ലേ ചേച്ചി ഇത്രയും നാൾ നിന്നത്. അപ്പം ബബിത പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞത് കൊണ്ടാണ് ചേച്ചി ഇത്ര നാൾ നിന്നത്, അപ്പം അച്ഛൻ്റെ മോളെ ഇനി അച്ഛൻ അനുസരിപ്പിക്കണം എന്ന് ബബിത വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ രോഹിത് പറയാണ്, അതിന് ചേച്ചി അച്ഛൻ്റെ മോളല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബബിത ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സങ്കടവും വരുന്നുണ്ട്. അച്ഛൻ്റെ മോളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അല്ല അച്ഛൻ്റെ മോളല്ല എന്ന് പറയാണ്. പിന്നെ നമ്മളോടെല്ലാം പറഞ്ഞതോ അച്ഛൻ്റെ മോളാണെന്ന് അച്ഛൻ തന്നെയല്ലേ നമ്മളോട് പറഞ്ഞതെന്ന് ബബിത ചോദിക്കുകയാണ്. അതൊക്കെ ശരി തന്നെ, പക്ഷേ ഞങ്ങളന്ന് മാനേജർ അച്ഛനെ കാണാൻ പോയപ്പം അച്ഛൻ ചോദിച്ചപ്പം അലിനി ചേച്ചി പറഞ്ഞത് ബാലചന്ദ്രൻ്റെ മകളല്ലെന്നാണ് പറഞ്ഞത്. അത് ചുമ്മാതെ പറഞ്ഞായിരിക്കുന്നു ബബിത പറയുകയാണ്. ഏയ് അതൊന്നും അല്ല, ഞാനത് ഒരു സംശയത്തിൽ ചേച്ചിയോട് നേരിട്ട് ചോദിച്ചു. അപ്പോൾ ചേച്ചിയും പറഞ്ഞത് ബാലചന്ദ്രൻ മേനോൻ്റെ മകളല്ല അലീന ചേച്ചി എന്ന് തന്നെയാണ് ചേച്ചി എന്നോട് പറഞ്ഞത്. അപ്പം നമ്മൾ ഇത്രയും നാളോടെല്ലാം കള്ളം പറഞ്ഞിരുന്നതെന്നോ ചേച്ചി എന്ന് ബബിത ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് പറയാണ്, എന്തായാലും അച്ഛൻ്റെ മോളല്ല ചേച്ചി, അത് എന്നോട് ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബബിതയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് കൃഷ്ണമോളതെല്ലാം കേൾക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. കൃഷ്ണമോൾക്ക് സത്യങ്ങളെല്ലാം അറിയാം, അവരോടെല്ലാം സത്യം പറയണമെന്ന് മനസ്സിലുണ്ട്, പക്ഷേ അങ്ങനെ പറയാനും പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് കൃഷ്ണമോള്. അപ്പം ബബിത പറയാണ്, ഇത് ചേച്ചിയെടുത്ത് തന്നെ നേരിട്ട് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം, ഇപ്പം തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബബിത അവിടുന്ന് പെട്ടെന്ന് എണീക്കുകയാണ്. അപ്പം ബബിതയെ എടുത്ത് വിളിക്കുന്നുണ്ട് രോഹിത്ത്, ഇപ്പം നീ ചോദിക്കാൻ പോകണ്ട. അപ്പോൾ ബബിത പറയാണ്, അത് പറ്റത്തില്ല, ഇപ്പം തന്നെ ചേച്ചിയെടുത്ത് ചോദിച്ചിട്ടുള്ള ബാക്കി കാര്യമെന്നും പറഞ്ഞുകൊണ്ട് നേരെ അലീനയുടെ മുറിയിലേക്ക് പോവുകയാണ്. അപ്പം അലീന അവിടെ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ ബബിത അങ്ങോട്ട് ചെല്ലുകയാണ്. കുറച്ച് ദേഷ്യത്തിലൊക്കെയാണ് ചെല്ലുന്നത്, അതുപോലെ നല്ല സങ്കടമുണ്ട്. ഉടനെ ബബിതയെ കാണുമ്പോൾ ഉടനെ അലീന ചോദിക്കുന്നുണ്ട്, എന്താടി മോളെ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ ചേച്ചി സത്യം മാത്രമേ പറയാവൂ, കള്ളം പറയല്ലേ എന്ന് പറയാണ്. നീ ചോദ്യം, എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ നിന്നോട് സത്യം മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ ഉടനെ ബബിത ചോദിക്കുകയാണ്, ചേച്ചി എൻ്റെ അച്ഛൻ്റെ മോളല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്ന് ഞെട്ടുന്നുണ്ട് നമ്മുടെ അലീന. എന്നാലും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചാൽ കേട്ടില്ലേ, എൻ്റെ അച്ഛൻ്റെ മോള് തന്നെയല്ലേ ചേച്ചിയെന്ന്. ചേച്ചിയും അച്ഛനൊക്കെ ഞങ്ങളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിരുന്നത് എൻ്റെ അച്ഛൻ്റെ മോള് തന്നെയാണെന്ന്. അത് ശരിയല്ലേ, അത് കള്ളമാണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ബബിത. അപ്പോൾ അലീനയാണെങ്കിൽ പറയാണ്, ഞാൻ ജന്മം കൊണ്ട് അച്ഛൻ്റെ മോളല്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബബിതയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അപ്പം ഇത്രയും നാൾ ഞങ്ങളെയൊക്കെ പറ്റിക്കുകയായിരുന്നോ, പച്ചക്കള്ളം പറഞ്ഞ് ഞങ്ങളെയൊക്കെ പറ്റിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന പറയാണ്, മോളെ അങ്ങനൊന്നും പറയല്ലേ എന്ന് അലീന പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബബിത പറയാണ്, ഇത്രയും നാൾ എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് ഞാൻ കരുതിയത്, പക്ഷേ എല്ലാവരും കൂടെ ഞങ്ങളെ പറ്റിക്കുകയില്ലായിരുന്നോ, ചേച്ചിക്ക് അറിയാമായിരുന്നു, അച്ഛനും അറിയാമായിരുന്നു, അച്ഛനും ചേച്ചിയും എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു. അപ്പോൾ അലീന പറയുകയാണ്, ഞാൻ ഒരിക്കലും ആരെയും പറ്റിച്ചിട്ടില്ല, ഞാൻ ബാലചന്ദ്രൻ്റെ മകളല്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഇപ്പോഴും ഞാൻ നിങ്ങളുടെ ആ പഴയ ചേച്ചി തന്നെയാണെന്ന് പറയാണ്. അപ്പോൾ ഭവതിക്കാണെങ്കിൽ സങ്കടമൊക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ അച്ഛനെ ഒന്ന് കാണട്ടെ, അച്ഛനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുള്ളൂ കാര്യമൊന്നും പറഞ്ഞ് ഭയങ്കര ദേഷിച്ച് ബബിത ഇറങ്ങി പോവുകയാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. കാരണം അലീന ബബിത ഒരിക്കലും ഈ കാര്യം ഉടനെ അറിയുമെന്ന് പ്രതീക്ഷിച്ചതുമില്ല. അങ്ങനെ ആകപ്പാടെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള തീരുമാനം ബാലചന്ദ്രനെ അറിയിച്ചപ്പോൾ ബാലചന്ദ്രന് വളരെ സങ്കടത്തോടെയും ദേഷ്യത്തോടെയാണ് അലീനയോട് പെരുമാറിയത്. അങ്ങനെ ബബിത നേരെ ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പം ബാലചന്ദ്രൻ മുറിയിൽ ആകപ്പാടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം ചെല്ലുമ്പോൾ ബബിത എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ? അച്ഛ, ഞാനൊരു കാര്യം അറിയാനാണ് വന്നത്, അച്ഛ സത്യം മാത്രമേ പറയാവൂ, നീ ചോദ്യം എന്ന് ബബിത എടുത്ത് പറയുകയാണ് ബാലചന്ദ്രൻ. അപ്പം
ബബിത പറയാണ്, അച്ഛാ അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ എന്ന് ഞെട്ടുന്നുണ്ട്. നിന്നോട് ആരാ പറഞ്ഞേ അലീന എൻ്റെ മകളല്ലെന്ന്? ചേച്ചി തന്നെ എന്നോട് പറഞ്ഞത്. ഇപ്പം ഞാൻ ചെന്ന് ചേച്ചിയെടുത്ത് ചോദിച്ചപ്പം ചേച്ചി തന്നെയാണ് എന്നോട് പറഞ്ഞത് ബാലചന്ദ്രൻ മേനോൻ്റെ മകളല്ലെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രന് നല്ല സങ്കടം വരുന്നുണ്ട്. കാരണം അലീനയെ സ്വന്തം മോളായിട്ട് അത്രയ്ക്ക് സ്നേഹിച്ചിരുന്ന ബാലചന്ദ്രൻ. അപ്പം അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ശരിയെന്ന് ബാലചന്ദ്രൻ പറയാണ്. ഭയങ്കര സങ്കടത്തോടെയാണ് പറയുന്നത്. അച്ഛനും ചേച്ചിയൊക്കെ ചേർന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത് അച്ഛൻ്റെ മോള് തന്നെയാണെന്ന്, പിന്നെന്താ ഇപ്പം ഇങ്ങനെ പറയുന്നതെന്ന് ബബിത ചോദിക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ വിഷമത്തോടെ പറയുകയാണ്, അവളല്ലേ പറഞ്ഞത് ഞാൻ അവളുടെ അച്ഛനല്ലെന്ന്. അപ്പം അത് ശരിയായിരിക്കും. അപ്പോൾ ബബിത വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ്റെ മോളാണോ അലീന ചേച്ചി എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അച്ഛാ പറ അച്ഛാ, ഇനിയെങ്കിലും സത്യം പറ. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, അലീന എൻ്റെ സ്വന്തം മോളൊന്നും അല്ല, പക്ഷേ അവളെനിക്ക് മോളെ പോലാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബബിതയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ബബിത പറയാണ്, അലീന ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണെന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നെന്നും ഭയങ്കര സങ്കടത്തോടെ ബബിത പറയാണ്. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ പറയാണ്, എൻ്റെ മകളല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അലീന, എൻ്റെ മകളല്ലെന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ നിങ്ങളുടെ ചേച്ചി അല്ലാതാവുന്നില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബബിത പറയാണ്, അച്ഛൻ്റെ മകളല്ലെങ്കിൽ ഞങ്ങളുടെ ചേച്ചി ആവുന്ന എങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. ബാലചന്ദ്രൻ പറയാണ്, എൻ്റെ മകളല്ല, പക്ഷേ നിങ്ങളുടെ ചേച്ചി തന്നെയാണെന്ന് പറയാണ്. എന്തായാലും ബബിതയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെയും വിഷമത്തോടെയും ബാലചന്ദ്രൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പം താഴെ കൃഷ്ണമോളും അതുപോലെ തന്നെ രോഹിത്തും കാത്തു നിൽക്കുന്നുണ്ട്. സങ്കടത്തോടെ ഇറങ്ങി വരുന്ന ബബിതയെടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തോ പറഞ്ഞെന്ന് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അച്ഛനും ഇത് തന്നെയാണ് പറഞ്ഞത്, അച്ഛൻ്റെ മകളല്ല അലീന ചേച്ചിന്ന്. എന്നിട്ട് രോഹിത്തിനോട് ബബിത പറയാണ്, അപ്പം അലീന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയല്ല, ഇനി ആരോടും നമുക്ക് പറയാൻ പറ്റത്തില്ല അലീന ചേച്ചി എൻ്റെ ചേച്ചിയാണെന്ന്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇതുപോലൊരു ചേച്ചി വേണമെന്ന്, അത്രയ്ക്ക് ഞാൻ അലീന ചേച്ചിയെ ഇഷ്ടപ്പെട്ടത് പറയാണ്. ഇനി ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ ഇതെൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന്. അപ്പോൾ കൃഷ്ണമുഖ് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ചേച്ചി പറഞ്ഞോ അലീന ചേച്ചി സ്വന്തം ചേച്ചിയാണെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത്തും ബബിതയും ഇങ്ങനെ ഞെട്ടി തിരിഞ്ഞു നോക്കുവാണ്. അതെങ്ങനെ പറയാൻ പറ്റുമെന്ന് ബബിത ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് കൃഷ്ണമുഖ് എന്താ പറയണമെന്ന് പറഞ്ഞൂടാ. അല്ല അലീന ചേച്ചി നമ്മളെ സ്വന്തം അനിയത്തിമാരായിട്ടല്ലേ കാണുന്നത്, രോഹിയേട്ടനെ അനിയനായിട്ട്, അപ്പം നമുക്കും സ്വന്തം ചേച്ചിയായിട്ട് കാണാമല്ലോ എന്ന് പെട്ടെന്ന് കൃഷ്ണമോള് പറയാണ്. അപ്പം രോഹി പറയാണ്, അങ്ങനല്ല അവൾ ഉദ്ദേശിച്ചത്, അച്ഛൻ്റെ സ്വന്തം മോളാണെങ്കിൽ നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പാണല്ലോ, അപ്പം അലീന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയാണല്ലോ എന്നാണ് അവൾ പറഞ്ഞതെന്ന് രോഹിയാണെങ്കിൽ കൃഷ്ണമുഖ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം കൃഷ്ണമോള് പറയാണ്, നമ്മൾ സ്വന്തം ചേച്ചിയായിട്ടങ്ങ് കണ്ടാൽ മതി, അപ്പോൾ ചേച്ചിക്കും അലീന ചേച്ചി സ്വന്തം ചേച്ചിയാണെന്ന് എല്ലായിടത്തും പറയാമെന്ന് കൃഷ്ണമോള് പറയാണ്. അങ്ങനെ അലീനാണെങ്കിൽ ആകപ്പാടെ സങ്കടത്തോടെ വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോന്നാലോചിച്ച് സങ്കടപ്പെട്ട് കരയുന്നുണ്ട്. ബാലചന്ദ്രനെ വിട്ടുപോകാൻ നല്ല വിഷമമുണ്ട്, അതേപോലെ സഹോദരങ്ങളെയും വിട്ടുപോകാൻ നല്ല വിഷമമുണ്ട്. പക്ഷേ പോവാതിരിക്കാൻ പറ്റില്ല. വൈജിക്ക് വാക്ക് കൊടുത്തുകൊണ്ട് തന്നെ അലീന പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. ഭയങ്കര സങ്കടമുണ്ട്. ഈ സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ ആകപ്പാടെ തകർന്ന അവസ്ഥയാണ്. കാരണം അലീന സ്വന്തം മക്കളെല്ലാം ഈ പറഞ്ഞ് അങ്ങനെ ആ ഒരു സങ്കടത്തിൽ അലീന തൻ്റെ ആരുമല്ലാതായി മാറി എന്നുള്ളൊരു തോന്നലൊക്കെ ബാലചന്ദ്രൻ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അലീനയാണെങ്കിൽ ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് വരുന്നുണ്ട്. വന്നിട്ട് അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഭയങ്കര സങ്കടത്തോടെ ഇരുന്ന് ബാലചന്ദ്രനെ കാണുമ്പോൾ അലീനയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്. അപ്പം ബാലചന്ദ്രനാണെങ്കിൽ അലീന ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, നീ പോകാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, പോകാതിരിക്കാൻ പറ്റത്തില്ല അച്ഛാ എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ബാലചന്ദ്രൻ പറയാണ്, നീയായിരുന്നു എൻ്റെ താങ്ങ്, നീയായിരുന്നു എൻ്റെ ഊന്നുവടി, നീ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകും മോളെ എന്ന് ചോദിക്കുകയാണ്. അലീന ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ നിൽക്കണം. അപ്പം ബാലചന്ദ്രൻ പറയുകയാണ്, നീ എനിക്ക് സ്വന്തം മോളെ പോലായിരുന്നു, ഞാൻ നിന്നെ സ്വന്തം മോളായിട്ട് തന്നെയാണ് കരുതിയിരുന്നത്, ഇപ്പം എല്ലാവരും അറിഞ്ഞ് നീ എൻ്റെ മോളല്ലെന്ന്, ഇപ്പം നീ എൻ്റെ ആരുമല്ലാതെ തീർന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അലീന പറയാണ്, അച്ഛൻ അങ്ങനെ പറയാല്ലേ, ഞാൻ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് അച്ഛനെയാണ്, എനിക്ക് അച്ഛാന്ന് വിളിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചത് അച്ഛനിലൂടെയാണ്. ആ ഒരു നിമിഷം, അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷം. അച്ഛ എന്ന് ഞാൻ വിളിച്ചപ്പോൾ അത്രയും സന്തോഷിച്ച ഒരു നിമിഷം എൻ്റെ ജീവിതത്തിലുണ്ടായില്ല എന്ന് അലീന ഭയങ്കര സങ്കടത്തോടെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ്റെ നല്ല വിഷമം വരുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ കൈ പിടിച്ചിട്ട് അലീന പറയാണ്, അച്ഛ എന്നോട് ക്ഷമിക്ക്, എനിക്കാണെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇവിടുന്ന് പോയാൽ ശരിയാവത്തുള്ളൂ, ഇത് തന്നെയാണ് എൻ്റെ സ്വന്തം അച്ഛൻ, ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ, ഇപ്പം ഞാൻ ഇവിടുന്ന് പോകേണ്ട വന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അച്ഛനെ വിട്ടു പോകത്തില്ല, ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല അച്ഛ, അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ വിട്ടു പോകാൻ തീരുമാനിച്ചത്, ഇത് തന്നെയാണ് എൻ്റെ അച്ഛൻ,
അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് അലീന ബാലചന്ദ്രൻ്റെ കൈ പിടിച്ച് ഭയങ്കര സങ്കടത്തോടെ കരയാണ്. ഇതൊക്കെ കാണുമ്പോൾ ബാലചന്ദ്രന് നല്ല സങ്കടം വരുന്നുണ്ട്. അങ്ങനെ അലീന നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ പടി ഇറങ്ങുകയാണ്.